ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു വിടാനോ അതുപോലെ തന്നെ നമ്മൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന ഒരു ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അതുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മളുടെ ഇത് രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ നന്നായി വെയിൽ വരുന്നിടത്താണ് ഞാൻ കറിവേപ്പില വെച്ചിരിക്കണേ. പിന്നെ ഞാൻ ഇടയ്ക്ക് വെയിൽ വരുമ്പോൾ ചെടികളൊക്കെ ഇടയ്ക്ക് ഒന്ന് വെയിലൊക്കെ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ആ വെയിൽ കിട്ടുന്ന ഇടത്തിലേക്കൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. അങ്ങനെയാണ് ശനി ഞായറൊക്കെ അങ്ങനെ സമയം കിട്ടാറുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോഴൊന്നും അങ്ങനെയൊന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് പോട്ടിൽ ഞാൻ നമ്മുടെ കറുത്ത പയർ അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ബീൻസ് എന്നാണ് ഇവിടെ പറയുക. അപ്പം നാട്ടിലൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നമ്മളുടെ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള വൻപയറോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കിഡ്നി ബീൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അവിടെ അത് കിട്ടുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് വെള്ളമൊക്കെ ഫുള്ള് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളാക്കുന്നതിൻ്റെ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇത് കുറച്ചും കൂടെ ചെറിയ പീസസ് ആക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആരൺ പിന്നീട് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ അവന് കുറച്ചും കൂടെ സ്പൂണിൽ കൊള്ളുന്ന രീതിയിൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അവന് ബ്രേസസ് ഉണ്ട് ഇപ്പോൾ പല്ലിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കുറച്ച് വലിയ കഷ്ണമാകുമ്പോൾ അവന് പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തത്, ഇനി ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. അത് ഒരുപാട് മല്ലിപ്പൊടി വേണ്ട കേട്ടോ. ഇത് ഞാൻ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് രാത്രി തന്നെ വെക്കാം. ഇത് കുറച്ച് ഗരം മസാലയാണ്. ഇതെല്ലാം ഗരം മസാലയൊക്കെ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കസൂരി മേത്തി ഇടുന്നുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഫെനുഗ്രീക്ക് ലീവ്സിനെയാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. അത് ചേർക്കുന്നുണ്ട്. ഇത് തന്തൂരി ചിക്കൻ റൈസ് ബോൾസ് എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചാറ്റ് മസാല ചേർക്കണം. പിന്നെ തന്തൂരി മസാലയായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ചാറ്റ് മസാലയാണ്. ഈ ചാറ്റ് മസാലയൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു ചാർക്കോളൊക്കെ ഇട്ട് പുകയ്ക്കില്ലേ നമ്മൾ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് അല്ല അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ നമ്മൾ അതൊക്കെ ചേർക്കണം. ഇപ്പം ഇട്ട് കൊടുക്കുന്നത് തന്തൂരി ചിക്കൻ മസാലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇടുമ്പോൾ എരിവ് കുറച്ച് അത്യാവശ്യത്തിനുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടികളുടെ അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അപ്പം നമ്മളൊരു അര നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾക്ക് ചിക്കൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളുടെ മാരിനേഷനകത്തേക്ക് വളരെ കുറച്ച് ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈര് ചേർക്കാം. ഇത് അധികം പുളിയില്ലാത്ത, ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്ത തൈരാണ്, കട്ടിയായിട്ടുള്ള തൈരാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട്, കാരണം ഇതൊരു തന്തൂരി ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തന്തൂരിയുടെ ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ തൈരൊക്കെ ചേർക്കണം. അപ്പം നമ്മൾക്ക് മസാല നന്നായിട്ട് നല്ലോണം മിക്സൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. നമ്മളെപ്പോഴും റോ ആയിട്ടുള്ള മീറ്റ് ഐറ്റംസ് നമ്മുടെ മാരിനേഷനിലേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനെ ചെയ്യുവാണെങ്കിൽ. അല്ലാതെ നമ്മൾ ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യാറില്ലായിരിക്കും ആരും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ഇതെല്ലാം നന്നായിട്ട് കുഴച്ച് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് തലേദിവസമോ ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പണികൾ കുറച്ച് എളുപ്പമായി. ഈ ആഴ്ച ഞാൻ മീൽ പ്രോപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ആഴ്ചത്തെ ലഞ്ചിനൊന്നും റെഡി അല്ലായിരുന്നു. പാരൻ 2 ദിവസം സ്കൂളിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ അല്ലാത്ത വീക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും പെർഫെക്റ്റ് ഒന്നും അല്ല. അപ്പോൾ നമ്മൾ ചിക്കൻ ബ്രസ്റ്റൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ലെഗ് പീസസ് എന്നല്ല, ലെഗ് മീറ്റ് ഉപയോഗിക്കുക. അതാണ് കുറച്ചുകൂടെ ഫ്ലേവർ ആയിട്ടുള്ള മീറ്റ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രസ്റ്റാണ്. അപ്പം നമ്മളിനി അരിയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചോറുണ്ടാക്കാം. നമുക്ക് ബസ്മതി അരി ഉപയോഗിച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ബട്ടർ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ജീരകപ്പൊടി അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം ജീരകം ആയിട്ട് തന്നെ ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ജീരകത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതങ്ങ് ചേർത്തു. അപ്പം ഞാൻ തീ വളരെ കുറച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. കഴുകി വെള്ളമൊക്കെ കളഞ്ഞ അരിയാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ വെള്ളം ഊറ്റാനുള്ള അരിപ്പ പാത്രം ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല, അതായത് ചെറിയ അരിപ്പ. അപ്പം ഞാനത് കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചേർക്കണ്ട, നിങ്ങൾ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയിട്ട് അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ അരി റെഡിയാക്കില്ലേ, അതുപോലെ തന്നെ അരി ഒന്ന് വറുത്ത് വരുന്നവരെ വലിയൊരു ഫ്ലേവർ വരുന്നവരെ നമ്മളൊന്ന് ഇളക്കിയിട്ട് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അരിയുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ അടി പിടിക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ സ്റ്റേജിൽ നമ്മൾ ഇരട്ടി വെള്ളമാണ് എപ്പോഴും ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. അപ്പം ഞാൻ ചിക്കൻ സ്റ്റോക്കിന് പകരം ഉള്ള ഒരു പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഇതിനകത്തേക്ക് ചേർത്തത് ബെറ്റർ ദാൻ ബുലിയാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേസ്റ്റാണ്. അതിന് പകരം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇത് ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും കൊണ്ട് റൈസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഇപ്പം ഞാൻ കുറച്ച് എന്താ പറയണേ, പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിനും കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു എരിവൊക്കെ വരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബോ, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ സ്റ്റോക്കായിട്ടാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഞാനിപ്പോൾ ആ പേസ്റ്റ് എന്താ പറയുക, ഇപ്പോഴാണ് ചേർക്കുന്ന ആ പേസ്റ്റ്. ഇതാ ഞാൻ പറഞ്ഞ പേസ്റ്റ്, ബെറ്റർ ദാൻ, എനിക്കൊന്ന് ബുലിയാനാന്ന് തോന്നുന്നു കേട്ടോ പ്രൊനൗൺസ് ചെയ്യുന്നത്, എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ അതിങ്ങനെ ഈ നമ്മുടെ സ്റ്റോക്കിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം ചിക്കൻ സ്റ്റോക്കൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. അങ്ങനെയല്ല, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോവും. അപ്പോൾ പിന്നെ അത് കുറച്ച് വേസ്റ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇത് വാങ്ങി വെക്കാൻ തുടങ്ങിയത്. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ എന്നും ഒരു ഡെയിലി ബേസിസിൽ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മൂടി വെക്കാൻ. തിള വന്നു കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞെടുക്കണം, അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞെടുക്കണം. ഇതെല്ലാം നമ്മളുടെ ബ്ലാക്ക് ബീൻസ് ഇല്ലേ, ബ്ലാക്ക് ബീൻസിൻ്റെ ഒരു സൽസ പോലെ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സവാളയെല്ലാം അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ സവാള അരിഞ്ഞെടുത്തു, അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല ചെറിയ പീസസൊക്കെ ആയിട്ട് അരിഞ്ഞെടുത്താൽ കുട്ടികൾക്ക് അങ്ങനെ വലിയൊന്നും കടിക്കൊന്നുമില്ലല്ലോ. നമ്മൾ സൽസയിലൊക്കെ കണ്ടിട്ടില്ല, അതുപോലെ. പിന്നെ അതുപോലെ തന്നെ മല്ലിയില വേണം. ഇഷ്ടമുള്ളവർക്ക് പുതിനയിലയും ആഡ് ചെയ്യാം. ഇവിടെ ആരണ്ണ പുതിന ഇലയുടെ ടേസ്റ്റ് ഫ്ലേവർ അത്ര ഇഷ്ടമല്ല നമ്മളുടെ ഇങ്ങനത്തെ സാധനങ്ങളിലൊന്നും. ബിരിയാണിയിലൊക്കെ ഓക്കെയാണ്, ഇതിനകത്തൊന്നും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പോൾ ഇത് നമ്മളുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്, എന്നാൽ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്കതങ്ങ് ഓഫ് ആക്കിയിട്ട് തുറന്ന് വെക്കാം. അപ്പോൾ അങ്ങനെ ചോറ് ഒരുപാട് കുഴഞ്ഞു പോവോ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾക്ക് ബ്ലാക്ക് ബീൻ സൽസ പോലെയുള്ള ഒരു അതങ്ങ് ഉണ്ടാക്കിയാലോ. ഒരു നമ്മൾ അരിഞ്ഞു കൊടുത്തിരിക്കുന്ന സവാള, അതുപോലെ തന്നെ തക്കാളി എല്ലാം നമ്മൾക്കൊരു ബൗളിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അരിയുന്നത് നമ്മളുടെ മല്ലിയിലയാണ്. മല്ലിയില ഇതുപോലെ തന്നെ കുരുകുരുവാന്ന് അരിയുക. ഇതിൻ്റെ ഫ്ലേവറൊന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല, അവരുടെ ലഞ്ച് ബോക്സിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതെല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ഇതിനകത്തേക്ക് മെയിനായിട്ട് വരുന്നത് ഈ മല്ലിയില, പുതിനയില ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബ്ലാക്ക് ബീൻസ്, വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെയുള്ള തവി കൊണ്ട്, വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള തവി കൊണ്ട് എടുത്തത് കേട്ടോ ബ്ലാക്ക് ബീൻസ്. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് നാരങ്ങാനീര് ഒഴിക്കും ഒരു പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഉപ്പ്, പെപ്പർ പൗഡറൊക്കെ ചേർക്കും. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു മധുരം കൂടെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ഹണിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അപ്പോൾ എനിക്ക് ആദ്യം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പയറ് കുറവും സവാള കൂടുതലായിട്ട് തോന്നി. അപ്പോൾ അതൊക്കെ ഒരുപാട് സവാള ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. പയറ് ഒരുപാട് തന്നെയാണ് നല്ലത്. പിന്നെ ഞാൻ കുറച്ചും കൂടെ പയറ് പിന്നീട് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. എനിക്കറിഞ്ഞൂടാ, അതെ ഉപ്പ് ചേർക്കുന്നതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി ആ വീഡിയോ മിസ്സായോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്, പിന്നെ ലെമൺ ജ്യൂസും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ലഞ്ച് ബോക്സ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. നിങ്ങളൊക്കെ കുട്ടികൾക്ക് എന്താ കൊടുത്തുവിടുക ലഞ്ചിന്? ഞാനിങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കും. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് മടുക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആരൺ പൊതുവേ അങ്ങനെ ഒരു ഭയങ്കര പിക്കി ഈറ്ററൊന്നും അല്ല.
അവനെല്ലാം തന്നെ കഴിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. മിക്കവാറും സാലഡ്, ഗ്രിൽഡ് ഫിഷ്, ഗ്രിൽഡ് ചിക്കൻ അങ്ങനെയൊക്കെയാണ് ഞാൻ. റൈസ് ഐറ്റംസ് കുറവാണ് പൊതുവെ കൊടുത്തു വിടുന്നത്. പക്ഷെ ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ റൈസ് എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ചിലപ്പോൾ അരിയാഹാരമായിരിക്കും കഴിക്കുക, വൈകിട്ട് അരിയാഹാരമായിരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പ്രോട്ടീൻ അങ്ങനെയുള്ളത് നോക്കിയിട്ടാണ് കൊടുത്തു വിടാറുള്ളത് കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൂടിയിട്ടല്ല. പിന്നെ ഇന്ത്യൻ ലഞ്ചസ് പൊതുവേ കുറവാണ് അവന് കൊടുത്തു വിടുന്നത്. കാരണം ഇനി സ്മെല്ലൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടേ. അപ്പം നമ്മൾ അതെല്ലാം റെഡി ആയപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ ഉണ്ടാക്കാറായി. ചിക്കൻ ഒരുപാട് വേവില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് അവസാനത്തേക്ക് വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ഇതൊരു ഡീപ്പ് ഫ്രൈയോ അങ്ങനെ ഒന്നും അല്ല, നമ്മൾ ജസ്റ്റ് ഒരു വേവിച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ വളരെ കുറച്ച് എണ്ണ ചേർത്താലും മതി. എൻ്റെ ഇപ്പോൾ ഇച്ചിരി എണ്ണ അധികമായിട്ടുണ്ട് ഇതിന്. അത്ര എണ്ണ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ഇത് വലിയ പാൻ ആയതുകൊണ്ട് ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതേ ചിക്കനൊക്കെ വെച്ചിട്ട് ഞാനിത് മൂടി വെച്ചിട്ട് പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് പിന്നീട് തുറന്ന് വെച്ചിട്ട് നല്ലോണം വരട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്താലും മതിയാവും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ തന്തൂരി ഫ്ലേവർ ഒക്കെ വരും. നമ്മൾ ആ തന്തൂരി മസാലയൊക്കെ ചേർത്തോണ്ടായിരിക്കും. ഇനി നമ്മൾക്കൊരു ഗാർലിക് സോസ് ഉണ്ടാക്കാം. ഇതെനിക്കൊരു ഇൻസ്റ്റാ വീഡിയോന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ ഈ ലഞ്ച് ബോക്സ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കി കൊടുത്തു വിടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മളുടെ സാധാരണ തൈര്, പുളി അധികമൊന്നും ഇല്ലാത്ത തൈരിനകത്തേക്ക് ഇപ്പം ചേർത്ത് കൊടുത്ത ഗാർലിക് പൗഡറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗാർലിക് ഫ്ലേവേർഡ് യോഗട്ടാണ്. അപ്പോൾ ഗ്രീക്ക് യോഗട്ട് എടുത്താൽ മതി നിങ്ങൾ. പിന്നെ അതിനകത്തേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഇതൊരു സോസായിട്ട് വേണം, അതിനാണ്. ഇത് ഒറിഗാനോ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇറ്റാലിയൻ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അതിനങ്ങനെ ഇന്നത് തന്നെ ചേർക്കണം എന്നൊന്നുമില്ല. ഒരു ഇറ്റാലിയൻ സ്പൈസിൻ്റെ ഒരു ഫ്ലേവർ വന്നാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഗ്രീക്ക് യോഗട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെ തന്നെ ഗ്രീക്ക് യോഗട്ടിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് വളരെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒത്തിരി കട്ടിയാണെങ്കിൽ നമ്മൾക്കതിങ്ങനെ ഒഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ല കേട്ടോ. നല്ല എനിക്കൊന്ന് ആ സ്പൂണും കൊണ്ട് ആക്കിയിട്ട് ശരിയാവാത്തതുകൊണ്ട് ഞാനതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വിസ്ക് വെച്ച് കട്ട ഉടയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഗാർലിക് ഫ്ലേവേർഡ് ആയിട്ടുള്ള കേർഡ് യോഗട്ട് അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒഴിക്കുന്ന പാകത്തിനായിട്ടുണ്ട്. നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഇനി ചിക്കനും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരാനായിട്ട് കാരണം ചെറിയ കഷ്ണങ്ങളല്ലേ, വളരെ കുറച്ച് സമയമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറച്ച് മീൽ പ്രപ്പും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വളരെ പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു വിടാൻ പറ്റും. നമുക്ക് റൈസ് പെട്ടെന്ന് തലേദിവസം ഉണ്ടാക്കി വെക്കാം, അതുപോലെ തന്നെ ചിക്കൻ തലേദിവസം ഉണ്ടാക്കി വെക്കാം, നമ്മൾക്ക് പയർ വേവിച്ച് വെക്കാം. പിന്നീട് സവാളയും ഇതൊക്കെ അരിഞ്ഞൊന്ന് റെഡിയാക്കേണ്ട ആവശ്യമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്, നന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനത്തോട് വരുമ്പോൾ അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. അപ്പോൾ ഇത് ആ മസാലയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ തൈരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പിന്നെ ബ്രസ്റ്റ് പീസസ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഒരുപാട് എണ്ണ വരില്ല. നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണ മാത്രമേ ഉള്ളൂ. അതിനകത്ത് അധികം എന്താ പറയുക, നെയ്യൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ലെഗ് പീസസ് എന്നല്ല, ലെഗ് മീറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് കുറച്ചൊക്കെ നെയ്യുടെ അംശം കാണാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഇത് അവസാനത്തോട് വരുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം എൻ്റെ ആ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്നുണ്ടോ, അങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്ര ആയാലും മതി. നമ്മളിങ്ങനെ വറുത്ത് വരുന്ന പോലെ ഒന്നും ആവണ്ട. ഇത് വെന്ത് എല്ലാം ആ മസാല ഒന്ന് പിടിച്ച് അതെല്ലാം ഒന്ന് പാകമായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ച്യൂയി ആവുന്നതിന് മുന്നേ തന്നെ എടുക്കാം. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സിൽ അറേഞ്ച് ചെയ്താലോ. ഇത് എൻ്റെ ലഞ്ച് ബോക്സാണ്. അപ്പോൾ ഞാനിന്ന് ഇതിൻ്റെ കൊതി കാരണം കൊണ്ട് എൻ്റെ സാലഡൊക്കെ മാറ്റി വെച്ച് ഞാൻ ഇന്ന് ഇതാണ് കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ മിക്കപ്പോഴും സാലഡാണ് ഉച്ചയ്ക്ക് കൊണ്ടുപോകാറുള്ളത് കേട്ടോ. പക്ഷെ ഇന്ന് ഇതിൻ്റെ ഒരു മണവും ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് കൊതി സഹിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ കുറച്ചിടും, അതുപോലെ തന്നെ കുറച്ച് റൈസ് ഇടും. പിന്നീട് നമ്മളുടെ സൽസ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്ലാക്ക് ബീൻ സൽസ അത് നമ്മൾ ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഗാർലിക് സോസ് അതിൻ്റെ ചുറ്റിലും പുറത്തും ഒക്കെ അങ്ങോട്ട് അടിമുടി അതിനെ ഒഴിക്കുക. അതാണ് നമ്മളുടെ ലഞ്ച് ബോക്സ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ബ്ലാക്ക് ബീൻസ് ഒക്കെ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ലഞ്ച് ബോക്സാണ്. അപ്പോൾ നമ്മളുടെ ലഞ്ച് ബോക്സ് റെഡിയായി. ഇത് നമ്മൾക്ക് അടച്ചു വയ്ക്കാം. ഇനി ആരൻ്റെ ലഞ്ച് ബോക്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആരൻ്റെ നിങ്ങൾ പണ്ടൊക്കെ ഞാൻ കുറേ ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവന് അതിനകത്ത്
വളരെ കുഞ്ഞായിട്ടുള്ള 3 കുക്കിയും കൂടെ വെച്ചിട്ടുണ്ട്. അത് അവനൊരു മധുരം അവസാനം ഒന്ന് കഴിക്കാൻ വേണ്ടി മധുരം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ ഈ ലഞ്ച് ബോക്സ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നോട് അഭിപ്രായങ്ങൾ പറയണം. ഇതുപോലത്തെ ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഞാൻ മോന് കൊടുത്തു വിടുന്ന ലഞ്ച് ബോക്സ് റെസിപ്പീസും അതായത് ഞാൻ കൊണ്ടുപോകുന്നത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ പറയുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.